ഇത് ലോകത്ത് വേറെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒരു അവധൂത് മാതാവിൽ നിന്ന് എനിക്ക് കിട്ടിയ കൈമാറ്റം ചെയ്ത് കിട്ടിയ ഒരു എനിക്ക് തോന്നുന്നത് മാഡത്തിന് മാത്രമാണ് എന്ന് തോന്നുന്നു അല്ലേ? അതെ, ഇപ്പൊ സോമസ്പർശ ലോകത്ത് ചെയ്യുന്ന ഒരാള് ഞാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ഇൻഡ്യൂഷൻസ് പലതും വരാറുണ്ടോ? കുറേയൊക്കെ. ഇപ്പോൾ ഇതൊരു ശരീരമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള റൊട്ടേഷൻസ് ഉണ്ട്. ആ റൊട്ടേഷൻ ചെയ്തുകൊണ്ട് ആ സെല്ലുകളിലുള്ള ആ വൈബ്രേഷൻസിനെ ചേഞ്ച് ചെയ്യാം. ചിന്തകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ട് അവർക്ക് വരുന്നൊരു കണ്ടീഷൻ ബ്രെയിൻ ഫോഗാണ് കൂടുതലായിട്ടും അവർക്ക് വരുന്നത്. എനിക്ക് പലപ്പോഴും തോന്നുന്നത് നല്ല രീതിയിലൊരു സെക്സ് എഡ്യൂക്കേഷൻ കൊടുത്താൽ മാറാവുന്ന പ്രശ്നങ്ങളാണ് പലർക്കും ഉള്ളത്. കുഞ്ഞിലെ അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു, ഒരു കണ്ണിൻ്റെ കാഴ്ച കുറവാണ്. ഇപ്പോൾ ആ കണ്ണിന് കാഴ്ച ഇല്ലാതിരുന്ന കണ്ണുകൾക്ക് ഇപ്പോൾ കാഴ്ച തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അമേസിംഗ് റിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പറഞ്ഞതുപോലെ നമ്മുടെ വീഡിയോ എല്ലാവരും കാണുക. പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇന്നൊരു പുതിയൊരു അറിവാണ് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. മാഡത്തിനെ സ്വാഗതം ചെയ്യാം. 10-12 വർഷമായി നമ്മുടെ പ്രാണിക് ഹീലിംഗുമായിട്ട് മാഡം പുതിയൊരു പദ്ധതി കഴിഞ്ഞ ഒരു വർഷമായി മാഡം അത് കൈകാര്യം ചെയ്തു വരുന്നു. സോമസ്പർശ. ഇത് പേര് കേട്ടപ്പോൾ തന്നെ എനിക്ക് പെട്ടെന്നൊരു ക്യൂരിയോസിറ്റി ആയി. ഇതെന്താണ് സോമസ്പർശ? എന്താണ് മാഡം ഈ സോമസ്പർശ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സോമസ്പർശ എന്ന് പറയുന്നത് ഒരു ടച്ച് തെറാപ്പിയാണ്. ശരീരത്തിൽ സ്പർശിച്ചുകൊണ്ടുള്ളൊരു ചികിത്സാ രീതിയാണ്, ഒരു സ്പർശന ചികിത്സാ രീതിയാണ് സോമസ്പർശ എന്ന് പറയുന്നത്. സെല്ലുകളിൽ വൈബ്രേഷൻ കൊടുത്തുകൊണ്ട്, അത് നമ്മുടെ കൈകൾ കൊണ്ട് തന്നെ ഫെദർ ടച്ച് ആയിട്ടുള്ള വൈബ്രേഷൻസ് കൊടുത്തുകൊണ്ട് സെല്ലുകളിലുള്ള ഇമ്പ്യൂരിറ്റീസിനെ മാറ്റുക. സെല്ലിലുള്ള വൈബ്രേഷൻ മാറ്റിക്കൊണ്ട് സെല്ലുകളിലുള്ള ഇമ്പ്യൂരിറ്റീസിനെ മാറ്റുന്ന ഒരു ചികിത്സ, അതൊരു തെറാപ്പിയാണ് നമ്മുടെ ശരീരത്തിൽ. അതെ, ഫിസിക്കൽ ബോഡിയിൽ ചെയ്യുന്ന ഒരു തെറാപ്പിയാണ് സോമസ്പർശ എന്ന് പറയുന്നത്. ഇത് ലോകത്ത് വേറെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? അത് ആരാണ് കണ്ടുപിടിച്ചത്? ഇത് എനിക്ക് ഒരു സിദ്ധനിൽ നിന്ന്, സിദ്ധമാതാവിൽ നിന്ന്, ഒരു അവധൂത് മാതാവിൽ നിന്ന് എനിക്ക് കിട്ടിയ കൈമാറ്റം ചെയ്ത് കിട്ടിയ ഒരു മാഡത്തിന് മാത്രമാണ് എന്ന് തോന്നുന്നു അല്ലേ? അതെ, ഇപ്പൊ സോമസ്പർശ ലോകത്ത് ചെയ്യുന്ന ഒരാള് ഞാൻ മാത്രമേ. അല്ല, സോമസ്പർശ എന്നുള്ള പേര് ഇട്ടത് ഞാനല്ല. ആ പേര് എന്നിലേക്ക് വന്നു ചേർന്നത്. ഇതിനെന്ത് പേര് കൊടുക്കണം എന്നുള്ളൊരു രീതിയിൽ ഞാൻ ഇരിക്കുമ്പോൾ ഒരു പ്രാക്ടീസിൽ അല്ലെങ്കിൽ ആ ഒരു മെഡിറ്റേഷൻ്റെ സമയത്ത് എന്നിലേക്ക് വരികയായിരുന്നു. അതെ അതെ. ഞാൻ അങ്ങനെ ഇൻഡ്യൂഷൻസ് പലതും വരാറുണ്ടോ? കുറേയൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് അതിലേക്ക് തന്നെ പോവാം. ഈ സോമസ്പർശ ഇത് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റുകളാണ് ഇതിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ശാരീരികമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും മാനസികമായിട്ടും വൈകാരികമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും നമുക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊരു പ്രാണിക് ഹീലിംഗിന്റെ മറ്റൊരു വശമാണെന്ന് പറയാം. അല്ല, രണ്ടും വ്യത്യാസം. പ്രാണിക് ഹീലിംഗ് എന്ന് പറയുന്ന ഒരു നോൺ ടച്ച് നോൺ ഡ്രഗ് തെറാപ്പി വശത്തിൽ പോകുന്നത്. അതൊരു ഊർജ്ജ ചികിത്സാ രീതിയാണ്. ഇതൊരു തെറാപ്പിയാണ്. നിങ്ങളിലുള്ള സെല്ലുകളിൽ വൈബ്രേഷൻസ് കൊടുത്തുകൊണ്ട് സെല്ലിനകത്തുള്ള ബുദ്ധിമുട്ടുകൾ, ഇതൊരു തെറാപ്പി രീതി. ഇപ്പോൾ ഒരു ക്യാൻസർ പേഷ്യൻറ്റ് അല്ലെങ്കിൽ ഇപ്പം ഞാൻ അങ്ങനെ ഒരു വലിയ അസുഖങ്ങൾ പറഞ്ഞതിൻ്റെ തുടങ്ങാം. അത്തരം ഒരാൾ വന്നു, ഒരു പേഷ്യൻറ്റ് വന്നു, എനിക്കിപ്പോൾ അങ്ങനെ ഒരു കുറേ പ്രശ്നങ്ങളുണ്ട്, അപ്പം കീമോ ഒക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് ഇത് എത്ര ഉപകാരപ്പെടും? തീർച്ചയായിട്ടും ഉപകാരപ്പെടും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ സെല്ലുകളിൽ നമുക്ക് ഈ വൈബ്രേഷൻ കൊടുത്തുകൊണ്ട് സെല്ലുകളുടെ ആക്ടിവേഷനെ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ സ്പ്രെഡിങ്ങിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അദ്ദേഹം സഫർ ചെയ്യുന്ന ബുദ്ധിമുട്ടുകളെ നമ്മൾക്ക് മാറ്റാൻ പറ്റും. നമ്മളുടെ സെല്ലുകളിലുള്ള വേവ് ലെന്തുകളെ നമുക്ക് കറക്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനെ ഫിസിക്കലി നമുക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ ഈ മെഡിസിൻസ് ഒക്കെ എടുക്കുമ്പോഴാണ് അതിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകാന്നുള്ളതേ ഉള്ളൂ. അപ്പം അവർ പറയില്ലേ മെഡിസിൻ കഴിച്ചുകൊണ്ടാണ് എനിക്കിതിങ്ങനെ ഒരു ഇത്രയും ക്യൂറായെന്ന് പറയൂലേ? അവകാശം പെടുന്നതിൽ തെറ്റൊന്നുമില്ല. രണ്ടും ഒരുമിച്ചും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ നമ്മൾ ഉള്ളിൽ മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം തന്നെയാണ് പുറമേ നമ്മൾ എന്ത് ചെയ്യുന്നത്, ലേപനങ്ങൾ ചെയ്യുന്നത് അല്ലേ? ഇപ്പോൾ കഷായമായിട്ട് നമ്മൾ ഉള്ളിൽ കഴിക്കുന്നു, എണ്ണകളായിട്ട് നമ്മൾ ലേപനം ചെയ്യുന്നു. രണ്ടും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് വർക്കൗട്ട് ആവുന്നത്. അതുപോലെ തന്നെ നമ്മൾക്കിപ്പോൾ
ക്യാൻസർ പേഷ്യൻസിനെ എടുക്കുകയാണെങ്കിൽ അവരുള്ളിൽ മരുന്ന് കഴിച്ചുകൊണ്ട് തന്നെ ഇത് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ റിസൾട്ട് ഉണ്ടാവും. അത് മരുന്നുകളൊന്നും നിർത്താൻ നമ്മൾ ആരോടും ആവശ്യപ്പെടാറില്ല. അല്ല, അവരെന്ത് മരുന്ന് കഴിക്കുന്നോ അതിനോ കഴിച്ചോട്ടെ, അതിനോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാം. ഇപ്പം ഈ ഓരോ സ്റ്റേജ് ആണല്ലോ, ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, ക്യാൻസറിന് അങ്ങനെ ഫോർത്ത് സ്റ്റേജൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ജീവിതത്തിലേക്ക് മടങ്ങി വരില്ല എന്നുള്ളൊരിതുണ്ട്. അത്തരക്കാർക്കൊക്കെ എത്തരത്തിൽ ഇതൊരു ഗുണം ചെയ്യും? അത് ഏതൊരു അസുഖത്തിനായിരുന്നാലും ശരി തന്നെ ആ രോഗിയുടെ വിൽ പവറാണ് ആ വ്യക്തിയെ എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സോമസ്പർശയ്ക്ക് വരുന്ന ആൾക്കാരുടെ ഫിസിക്കൽ തലത്തിൽ നമ്മൾ തെറാപ്പി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അവർ നമ്മൾ മെൻ്റലിയും കൂടി കുറേ കൂടി വിൽ പവർ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കും. നമ്മൾ ഈ അസുഖത്തെ കുറിച്ചിട്ട് അവർക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ, നിങ്ങൾ ഭയക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഭയക്കാതെ നിങ്ങൾ നേരിടുമ്പോൾ എന്ത് സംഭവിക്കും, അത് രണ്ടും പറഞ്ഞു കൊടുക്കും. അതെ, ഭയക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ഭയക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കാം. നിങ്ങളൊരു പട്ടിയെ കണ്ടു, നിങ്ങൾ അതിനെ ഭയക്കാതെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ പട്ടി നിങ്ങളൊന്നും ചെയ്യില്ല. അതവിടെ നമ്മൾ ഇങ്ങനെ നോക്കും, ചിലപ്പോൾ ഒന്ന് കുരയ്ക്കും, എന്നിട്ട് അത് മിണ്ടാതിരിക്കും. നിങ്ങൾ ഭയന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ പട്ടി എന്ത് ചെയ്യും, നിങ്ങളുടെ അടുത്തേക്ക് കൂടുതൽ അഗ്രസീവായിട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് വരും. കാരണം നിങ്ങൾ ഭയന്ന് കഴിയുമ്പോൾ അതുകൊണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകൾ പെട്ടെന്ന് അതിന് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് നമ്മളിലേക്ക് അഗ്രഷനോട് കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ക്യാൻസർ എന്ന് പറയുന്ന സംഭവം, നിങ്ങൾ ആ ഒരു സംഭവത്തിനെ പേടിച്ചുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് നിങ്ങളുടെ സെല്ലുകളിൽ തീർക്കുന്ന അഗ്രഷൻ ഉണ്ടാവും. അപ്പം അതിനെ നമ്മൾക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവർക്കത് കറക്റ്റാവും. തീർച്ചയായിട്ടും. ഒരു കാര്യം, ഏതൊരു കാര്യം, ഇപ്പം ക്യാൻസർ എന്നല്ല, ഏതൊരു കാര്യമല്ല, നിങ്ങൾക്കൊരു ചെറിയ പനി വന്നാൽ പോലും ആ പനിയെ പേടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡി എങ്ങനെ റിയാക്ട് ചെയ്യും, പേടിക്കാതെയാണ് നിങ്ങളതിനെ കൈകാര്യം ചെയ്യണമെങ്കിൽ ബോഡി എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും നിങ്ങളിൽ വരുന്ന റീജനറേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി. ഇപ്പം നമ്മളൊരു ടച്ച് കൊണ്ടാണ് മാഡം പറഞ്ഞു കഴിഞ്ഞു. ഇതിപ്പം നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ചികിത്സാ രീതി എങ്ങനെയാണ്? ഇതൊരു ഫെദർ ടച്ച് പോലെ നമ്മുടെ ഇപ്പോൾ ഹീലറായിട്ടുള്ള അല്ലെങ്കിൽ തെറാപ്പിസ്റ്റിൻ്റെ കൈയുടെ തുമ്പുകൾ കൊണ്ട്, വിരലുകളുടെ തുമ്പുകൾ കൊണ്ട്, ഇപ്പോൾ ഇതൊരു ശരീരമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ശരീരത്തിൽ റൊട്ടേഷൻ ചെയ്തുകൊണ്ട്, പലതരത്തിലുള്ള റൊട്ടേഷൻസ് ഉണ്ട്, ആ റൊട്ടേഷൻ ചെയ്തുകൊണ്ട് ആ സെല്ലുകളിലുള്ള വൈബ്രേഷൻസിനെ ചേഞ്ച് ചെയ്യാം. ചിലയിടത്ത് കുറച്ച് വളരെ ലൈറ്റ് ഫെദറായി കൊണ്ട് ടച്ച് ചെയ്യുന്ന പോലെയും, ചില സാഹചര്യത്തിൽ അവിടെ ബുദ്ധിമുട്ടുകൾ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതലായിട്ടുള്ള, കുറച്ചുകൂടെ ഹാർഡായിട്ടുള്ള ടച്ച് കൊടുത്തുകൊണ്ട് അവിടെയുള്ള വൈബ്രേഷൻസ്, സെല്ലുകളുടെ വൈബ്രേഷൻസിന് ചേഞ്ച് ചെയ്യുകയാണ് സോമസ്പർശ വഴി ചെയ്യുന്നത്. ഇപ്പം ഇതിൽ നമ്മൾ വന്ന് ഇരുന്ന സമയത്ത് മാഡം എൻ്റെ കയ്യിൽ ടച്ച് ചെയ്തു. അപ്പം മാഡം പറഞ്ഞു, നിങ്ങൾക്ക് ഈ ബാക്ക് പെയിൻ ഉണ്ടോ, ഓരോന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇത്ര ദിവസം മുമ്പ് അല്ലെങ്കിൽ ഇത്ര ദിവസങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ, ജലത്തിൻ്റെ അംശം കുറവാണ് എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഇതെങ്ങനെയാണ് അറിയാൻ പറ്റുന്നത്? നമ്മുടെ സെല്ലുകളിൽ ഓരോ സെല്ലുകളും നമുക്ക് ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കറിയാൻ പറ്റും ആ സെല്ലുകളിൽ എന്താണ് കുറവ് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. കൂടുതലും അറിയാം, കുറവും പറയാം. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും നമുക്കറിയാൻ പറ്റും. അത് വെച്ചിട്ടാണ് ആ സെല്ലുകളിലുള്ള വൈബ്രേഷൻസിൻ്റെ ചേഞ്ച് വെച്ചിട്ടാണ് നമ്മളത് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ ടച്ച് ചെയ്യുമ്പം ആ ഫീല് നമ്മളുടെ കയ്യിൽ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. പണ്ട് ഈ നാട്ടുവൈദ്യന്മാരെല്ലാം ചെയ്യുന്ന നാടി, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചാണ്, നാടി പിടിച്ച് നോക്കുമ്പോൾ അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഇതിപ്പോൾ ജസ്റ്റ് ഈ ഉള്ളം കയ്യിലാണ്, നാടിയൊന്നുമല്ല നോക്കി. മേഡത്തിന് നാടി പിടിക്കാനും അറിയാമോ? ഇല്ല, നാടി ചികിത്സ എനിക്ക് അറിയില്ല. പക്ഷെ ഇത് അറിയാം അല്ലേ? ഇതൊരു തരം നാഡി ചികിത്സ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? ഇല്ല, നാഡി ചികിത്സ അല്ല ഇത് സെല്ലിലുള്ള വൈബ്രേഷൻ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് സിദ്ധപാരമ്പര്യമാണോ? ഇത് സന്യാസി അവധൂദാസ് യൂസ് ചെയ്യുന്ന ഒരു തെറാപ്പിയാണ്. തെറാപ്പി എന്ന് തന്നെ പറയാം അല്ലേ? തെറാപ്പിയാണ്. അപ്പോൾ ഈ ടച്ച് തെറാപ്പി. അപ്പം ഇങ്ങനെ ഇത്തരത്തിലുള്ള അസുഖക്കാർ വന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇപ്പം ഈ സ്ട്രെസ്സ് അനുഭവിക്കുന്ന ഒരുപാടുണ്ട്. അപ്പം നമ്മൾ പലതരം ഈ സ്ട്രെസ്സുകൾ പലതരം അസുഖങ്ങളിലേക്ക് നമ്മുടെ ശാരീരിക ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകും. ഇത് പറഞ്ഞ് ക്യാൻസറിലേക്കും ഈ കിഡ്നി ഫെയിലിയറിലേക്ക് കൊണ്ടുപോകുന്ന നമ്മൾ സ്ട്രെസ്സ് കാരണവും ഉണ്ടാകും. ഭക്ഷണ രീതി മാത്രമല്ല. അപ്പം അങ്ങനെ ഇപ്പം IT മേഖലയിൽ അല്ലെങ്കിൽ നമ്മളെപ്പോലെ ഈ ക്രിയേറ്റീവ് സൈഡിൽ നിൽക്കുന്നവർ, അവർ ക്രിയേറ്റീവ് തലയൊക്കെ എപ്പോഴും ചൂടായിരിക്കും. ചിന്തകളാണല്ലോ, നാളെ എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ വർക്ക് ലോഡ്, വർക്ക് പ്രഷർ ഒക്കെ വരുമ്പോൾ പലരും അങ്ങനെയുള്ളവർക്ക് ഈ വീക്കെൻഡിലൊക്കെ വന്ന് നമ്മൾ ഈ ടച്ച് തെറാപ്പി ചെയ്യുമ്പോൾ എന്തൊക്കെ ഗുണങ്ങളാണ്?
വളരെ നല്ല ക്വസ്റ്റ്യൻ. കുറേ പേര് അതിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഇപ്പോൾ വരുന്നുണ്ടോ? അതെ, കാരണം അവർക്ക് ഇപ്പോൾ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ചിന്തകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ട് അവർക്ക് വരുന്നൊരു കണ്ടീഷൻ ബ്രെയിൻ ഫോഗാണ് കൂടുതലായിട്ടും അവർക്ക് വരുന്നത്. അപ്പോൾ കുറച്ച് ദിവസം അതിങ്ങനെ ചിന്തിച്ച് കഴിയുമ്പോൾ തല ഇങ്ങനെ ചൂടായി, തല പൊട്ടുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ തലയ്ക്ക് നല്ല വേദന. അതെ, എന്താണെന്ന് അവർക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു പക്ഷേ ഈ ഒരു ഫുൾ ബോഡി സോമസ്പർശ ചെയ്ത് കഴിയുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ എവിടെയോ പോയി ലൈറ്റായിട്ട് വന്ന പോലെയാണ്, എന്തൊക്കെയോ വെയിറ്റുകൾ ഇറങ്ങി പോയതുപോലെ തോന്നുന്നുണ്ട്, ബ്രെയിൻ കുറെ കൂടി ക്ലിയർ ആയതുപോലെ തോന്നുന്നുണ്ട്, ഒരു ക്ലാരിറ്റി അവർക്ക് വരുന്നുണ്ട്. അപ്പം അതുവരെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച സാധനങ്ങളിലല്ല പിന്നെ ഉണ്ടാവുന്നതിന് റിസൾട്ട് നല്ല റിസൾട്ട് വളരെ ക്രിയേറ്റീവായിട്ട് നമുക്ക് വേറെ കുറെ കാര്യങ്ങൾ ചിന്തിക്കാം. അതെ, ചിന്തയിൽ തന്നെ മാറ്റങ്ങൾ. എന്തായാലും എനിക്കൊരു അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും അതിപ്പം അത് നല്ലൊരു കാര്യമാണ് എനിക്ക് തോന്നി. കാര്യം ഇത് എൻ്റെ വാക്കുകളല്ല, ചെയ്ത ആൾക്കാരുടെ വാക്കുകളാണ്. ഇങ്ങനെ ഒന്ന് ചെയ്തത് കൊണ്ട് ഞങ്ങള് ഇത്ര നാള് കൊണ്ട് അനുഭവിച്ചു കൊണ്ടിരുന്നതിൽ നിന്ന് ഒരുപാട് മാറാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ചിന്തകളിലായാലും പ്രവർത്തികളിലായിരുന്നാലും ഞങ്ങളുടെ ശാരീരികമായ മാനസികമായ തലങ്ങളിലായിരുന്നാലും ഒരുപാട് വ്യത്യാസങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പം മദ്യപാനത്തിൻ്റെ ഒരു ആസക്തിയെ കുറിച്ച് പറഞ്ഞു. ഇതിപ്പോൾ അത്തരം ആസക്തിയിൽ നിന്ന് എനിക്കിന്ന് മാറണം എന്നിങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. എനിക്കിന്ന് മാറണം. അപ്പോൾ ഇത്തരം ഈ ടച്ച് തെറാപ്പി കൊണ്ട് അവർക്ക് എന്തെങ്കിലും അങ്ങനെയുള്ള? തീർച്ചയായിട്ടും. ആസക്തി ഇപ്പം മദ്യപാന ആസക്തി മാത്രമല്ല, പലതരത്തിലുള്ള ആസക്തികളുണ്ട്. ആ ആസക്തികളിൽ നിന്ന് വളരെ ഫാസ്റ്റ് റിസൾട്ട് ഇപ്പോൾ റീസെൻ്റ്ലി കിട്ടി. ഇപ്പം നേരത്തെ ഇവിടെ വന്നിരുന്നപ്പോൾ എന്നൊരാൾ വിളിച്ചൊരു അപ്പോയിൻമെൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സാറ് കേട്ടോണ്ടിരിക്കുന്നുണ്ടായിരുന്നു, ഇന്നത് വേണ്ട നാളത്തേക്ക് വന്നോളൂ എന്ന് പറഞ്ഞ് മാറ്റി. അദ്ദേഹത്തിൻ്റെ ഒരു ആസക്തിയുടെ ഇതിന് വേണ്ടിയിട്ട് വന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് റിസൾട്ട് കിട്ടി. അപ്പോൾ അദ്ദേഹം അത് എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അത് വീക്കിലി ഒന്നെന്നുള്ള രീതിയിൽ പുള്ളി അത് ലൈഫിൻ്റെ ഒരു പാർട്ടാക്കി കൊണ്ടുപോവുകയാണ് അല്ലേ? എനിക്കത് നല്ല. ഇപ്പം ഈ ആസക്തി പല രീതിയിലുണ്ട്. ഇപ്പം സെക്ഷുവലായിട്ട് ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരുപാട്. അപ്പം അത് മറ്റു തലങ്ങളിലേക്ക് പോകുന്നവരുണ്ട്. അപ്പം അവർ കുറേ നിൽക്കുമ്പോൾ അവർക്ക് ഉള്ളിലൊരു കുറ്റബോധമൊക്കെ തോന്നിയിട്ട് പറയും എനിക്കിതൊന്നും മാറണം. ഇപ്പം എൻ്റെ ചില ലൈംഗിക വൈകൃതങ്ങൾ ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടത്. അപ്പോൾ എനിക്കത് അതിൻ്റെ മൂർച്ച ശക്തി കുറയ്ക്കണം, ഞാനിത് ചെയ്യുന്നത് ശരിയല്ല, എൻ്റെ പങ്കാളി എന്നെ പിണക്കണ്ട അല്ലെങ്കിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാണെന്ന് സഹിക്കുകയാണ് എന്ന് എപ്പോഴെങ്കിലും തോന്നുന്ന ഒരു അവസരം ഉണ്ടാവുമല്ലോ. അത്തരക്കാരൊക്കെ വരാം. തീർച്ചയായിട്ടും അത്തരക്കാരുടെ റിസൾട്ടും വളരെ ഗംഭീരമായി പോകുന്നുണ്ടല്ലേ? അപ്പോൾ അവർക്ക് തന്നെ സ്വയം ചികിത്സിക്കല്ലേ, എനിക്ക് ഞാൻ ചെയ്യുന്നത് ശരിയല്ല. അപ്പം ഇത് വെളിയിൽ പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ചെന്നിട്ട് ഇവർ ഈ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തൊക്കെ പോകേണ്ടി വരുന്നതാണ്. ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലർക്കും ഉള്ളൊരു സെക്സ് എഡ്യൂക്കേഷൻ്റെ കുറവ് നല്ല രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ കാണുന്നുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നുന്നത് നല്ല രീതിയിലൊരു സെക്സ് എഡ്യൂക്കേഷൻ കൊടുത്താൽ മാറാവുന്ന പ്രശ്നങ്ങളാണ് പലർക്കും ഉള്ളത്. പക്ഷേ ഈ സെക്സ് എഡ്യൂക്കേഷൻ അറിയില്ലാതെ, അല്ലെങ്കിൽ സെക്സ് എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു എഡ്യൂക്കേഷൻ അറിയില്ലാത്തത് കാരണം പല പാളിച്ചകളും പല ജീവിതത്തിലും പറ്റുന്നുണ്ട്, പല ജീവിതങ്ങളും തകരുന്നുമുണ്ട് അത് കാരണം. അപ്പം അതിനെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അവർക്ക് ഇതുപോലുള്ള ധ്യാനം, മെഡിറ്റേഷനൊക്കെ കൊടുക്കാറുണ്ടോ? മെഡിറ്റേഷൻ നമുക്ക് പ്രാക്ടീസ് ചെയ്യിക്കാം എന്നുള്ള കാര്യമുള്ളതേ ഉള്ളൂ. അതല്ലാതെ തന്നെ അവർക്ക് ഇതിനെക്കുറിച്ചിട്ടൊരു ക്ലാസ്സും നമ്മൾ അതിനോട്, ഇങ്ങനെയുള്ള ഹീലിങ്ങിന് വരുന്നവർക്ക് നമ്മൾ അതിനുള്ളൊരു സ്പെഷ്യൽ ക്ലാസ് കൊടുക്കുന്നുണ്ട്. എന്താണ് എന്നുള്ളത് നമ്മളൊരു തിയറി ക്ലാസ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. കല്യാണം കഴിക്കാൻ നിൽക്കുന്ന ആൾക്കാർ വൈഫ് ആൻഡ് ഹസ്ബൻഡായിട്ട് വന്നിട്ട് അവർ, നമ്മളിപ്പോൾ ക്രിസ്ത്യൻ ട്രഡീഷനിൽ നമ്മൾക്കത് ഉണ്ട്. അതുപോലെ തന്നെ അങ്ങനെ 1-2 പേര് സമീപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും നമ്മളിങ്ങനെ ഒരു സെക്ഷൽ എഡ്യൂക്കേഷൻ ക്ലാസ് എന്നുള്ളത് മാത്രമല്ല അതിൽ വരുന്ന ഒരു ദാമ്പത്യവുമായിട്ട് കറക്റ്റ് ചെയ്തിട്ട് നമ്മളത് എപ്പോഴും എനിക്ക് കൂടുതൽ റിലേഷൻഷിപ്പ് ഹീലിംഗ് വന്നിട്ടുള്ളതിൽ ഒരു 90% എടുക്കുകയാണെങ്കിൽ അതിൽ മറ്റൊന്നിനേക്കാളും ഈ പറയുന്നൊരു പോർഷൻ ആണ് അവർക്ക് ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുള്ളത്. അതിൽ നിന്നുള്ള ഇഷ്യൂസ് കാരണമാണ് മറ്റുള്ള ഇഷ്യൂസ് വന്നിട്ടുള്ളതായിട്ട് ഹൈഡായിട്ട് വേറുള്ള കാര്യങ്ങളായിട്ട് ഇതാണ് മെയിൻ റീസൺ. ഇതായിരിക്കും, പക്ഷെ അത് ഹൈഡായി കാണിക്കുന്നു. ഇപ്പോൾ PCOD പോലുള്ള വിഷയങ്ങൾ ഒരുപാടുണ്ട് ഈ കാലം. PCOD ഗർഭധാരണവും കുട്ടികളുണ്ടാവാതിരിക്കുക എന്നൊക്കെയുള്ള കൗണ്ടിൻ്റെയൊക്കെ പ്രശ്നങ്ങൾക്ക് പലർക്കും മാറി തിരിഞ്ഞു വരുന്നു. അത്തരക്കാർക്കൊക്കെ ഇത്തരം ചികിത്സാ രീതി തീർച്ചയായും എത്രത്തോളം ഗുണകരമാണ്? നമ്മൾ ഈ സോമസ്പർശ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ
തൊലിപ്പുറത്താണ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഓരോ സെല്ലിലേക്കും അതിൻ്റെ വൈബ്രേഷൻ കടന്നു പോകും. ഇവിടെയാണ് ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ മാത്രമല്ല, ഇതുവരെയും ഇവിടം തുടങ്ങിയിട്ട് ഇതുവരെയുള്ള സെല്ലുകളിലേക്കും അത് കടന്നു പോവുകയാണ്. ഇപ്പം ഇവിടെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെയല്ല, ഇവിടെ നിന്ന് ഇതുവരെയും മാറുന്നുണ്ട്. അപ്പം ഈ രണ്ട് സൈഡിൽ നിന്നും, ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആ വൈബ്രേഷൻസ് മൊത്തത്തിൽ ചേഞ്ച് ചെയ്യും. അപ്പോൾ അവിടെ ഒരു ഫൈബ്രോയിഡ് അല്ല, PCOD എന്ന് പറയുമ്പോൾ ഫൈബ്രോയിഡ് വരാം, ചിലപ്പോൾ ചെറിയ ചെറിയ കുരുക്കൾ വരാം. ആ കുരുക്കളിലുള്ള സെല്ലുകളിൽ പോലും എന്ത് ചെയ്യും, ആ വൈബ്രേഷൻ കടന്നു ചെല്ലും. പനിയാണെങ്കിൽ പനിക്ക് വേണ്ടി മാത്രം നമ്മൾ അത് എന്തെങ്കിലും ടെക്നിക്സുകൾ ഉപയോഗിക്കുന്നുണ്ടോ, അതിൽ ഈ PCODക്ക് അത് വേറെ ടെക്നിക്കുകളുണ്ടോ? PCOD ആണെങ്കിൽ നമ്മൾ ആ ഒരു ഏരിയ ആയിരിക്കും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മളിപ്പോൾ പറയാറുണ്ട്, ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആ ഒരു അസുഖം മാത്രമല്ല, ആ അസുഖം കൊണ്ട് അവർ ബുദ്ധിമുട്ടുന്ന മറ്റ് പ്രശ്നങ്ങളും ഉണ്ടാവും. അതെ അതെ, അതിനെ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യാറുണ്ട്, കൺസിഡർ ചെയ്യാറുണ്ട്. ചെയ്യാറുണ്ട്. അത് ശരി. ഇപ്പം നിങ്ങൾ കാലുവേദനയായിട്ട് വന്നുകൊണ്ട് ഞാൻ കാലിൽ മാത്രമേ ചെയ്യുന്നല്ല, ആ കാലുവേദന കൊണ്ട് അയാൾ ചിലപ്പോൾ ബുദ്ധിമുട്ടിയിട്ടുള്ള വേറെ ബുദ്ധിമുട്ട്, കാല് മുടന്തി നടന്നത് കാരണം അദ്ദേഹത്തിന്റെ നടുവിന് പ്രശ്നം വന്നിട്ടുണ്ടാവും. അതെ 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 അതെ. ഇവിടെ നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഇപ്പോൾ പല രീതിയിലുള്ള അസുഖങ്ങൾ മാറുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഇത് ടച്ചിലൂടെ തന്നെയാണ്. അങ്ങനെ ടച്ചിലൂടെ മാറിയ ഏതെങ്കിലും ഒരാളുടെ ഒരു അനുഭവം പറയാൻ പറ്റുമോ? തിരുവണ്ണാമലയിൽ തോഴൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ഞാൻ അവിടെ പോകുന്ന സമയങ്ങളിലാണ് അദ്ദേഹത്തിനെ ചെയ്യുന്നത്, തെറാപ്പി ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, കുഞ്ഞിലെ അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു, ഒരു കണ്ണിൻ്റെ കാഴ്ച കുറവാണ്. ഇത് മനസ്സിലാക്കിയിട്ട് ഞാൻ തെറാപ്പി സ്റ്റാർട്ട് ചെയ്തു, കണ്ണിന് വേണ്ടിയിട്ട് തെറാപ്പി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ആ കണ്ണിന് കാഴ്ച ഇല്ലാതിരുന്ന കണ്ണുകൾക്ക് ഇപ്പോൾ കാഴ്ച തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അമൃതയിൽ വന്ന് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഡോക്ടേഴ്സ് ചോദിച്ചിരുന്നു, ഇത് നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. പൂർണ്ണമായും കാഴ്ച വന്നു എന്നല്ല പറയുന്നത്, കാഴ്ചയുടെ ലക്ഷണം അതെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, കാഴ്ചകളുടെ ലക്ഷണങ്ങൾ കിട്ടി തുടങ്ങി. കളറുകളെല്ലാം അദ്ദേഹത്തിന് ഇപ്പം ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കളർ അറിയാൻ പറ്റില്ല, ഒന്നും അറിയില്ല. ഒരു കണ്ണിന് പൂർണ്ണമായും കാഴ്ചയില്ലായിരുന്നു, ഇപ്പോൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ ചിലവരുടെ കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പലരുണ്ട്, എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട്. ഈ തിമിരമാണെങ്കിൽ നമ്മൾ ശസ്ത്രക്രിയ ചെയ്ത് മാറ്റാം. മറ്റുള്ളത് ചില സാധനങ്ങളുണ്ട്, ഞരമ്പിൻ്റെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് അത് ചുരുങ്ങിപ്പോയാൽ പിന്നെ കാഴ്ച ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇത് ഞാൻ പറഞ്ഞില്ലേ, സെല്ലുകളിൽ വൈബ്രേഷൻ കൊടുക്കുമ്പോൾ സെല്ലുകളിലുള്ള ആക്ടിവേഷൻ മാറുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എത്ര സമയം എടുക്കും ഇതിന് ഈ ഒരു ആക്ടിവേഷൻ? ഡിപ്പെൻസ് ആണ്, നമുക്ക് പറയാൻ പറ്റില്ല. ഓരോരുത്തരിലും വരുന്ന രീതികൾ വ്യത്യസ്തമായിരിക്കും. എന്നാലും മിനിമം ഒരു ഹീലിംഗ് ടൈം എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് 1 hour to 2 hours വരെ എടുക്കാവുന്നതാണ്. 2 മണിക്കൂർ എടുക്കാം. ഇത് എത്ര ദിവസങ്ങൾ ചെയ്യേണ്ടി വരും? ഇപ്പം ഈ വ്യക്തിയെ സംബന്ധിച്ചിട്ടാണെങ്കിൽ നമ്മൾ ഡിസ്റ്റൻറ്റിലാണ് ഉള്ളത്. അപ്പം ഞാൻ അവിടെ പോകുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ പുള്ളി കേരളത്തിൽ വരുന്ന സമയങ്ങളിൽ മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. മാസത്തിൽ ഒരിക്കയോ 1-2 ദിവസങ്ങൾ മാത്രമേ എനിക്ക് പുള്ളിയെ കിട്ടുന്നുള്ളൂ. ഇപ്പം ഏകദേശം ഞങ്ങളൊരു 8 ഹീലിങ്ങിന് മീൻസ് 8 തെറാപ്പി ഞങ്ങളിപ്പോൾ ചെയ്തിട്ടുണ്ട് അല്ലേ? 8 തെറാപ്പി കൊണ്ടാണ് ഈ ഒരു വ്യത്യാസം വന്നിരിക്കുന്നത്. ഈ തെറാപ്പി എന്നുകൊണ്ട് നമുക്ക് കൂടുതൽ കാശ് ചിലവുള്ള പരിപാടിയാണോ? കൂടുതൽ കാശ് ചെലവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാശില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തിനും അതിനൊരു ഭരിക്കണമെങ്കിൽ അതിനൊരു ഇത്രയും ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യല്ല. അത് എന്നാലും നമ്മൾ അഫോർഡ് ചെയ്യാൻ പറ്റിയ, അതെ ഒരു സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ്. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്ക് ആർത്രൈറ്റിസിന്റെ രോഗമായിട്ട് നടക്കാൻ കാലുകൾ വളഞ്ഞു തുടങ്ങിയിട്ട് നടക്കാൻ പറ്റാണ്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു നടക്കാൻ. ഒരു സ്റ്റെപ്പ് വയ്ക്കുകയാണെങ്കിൽ സമയങ്ങൾ എടുക്കുന്ന ഒരു പേഷ്യൻ്റ് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനും ഈ ഒരു തെറാപ്പി ചെയ്തതിന് ശേഷം നടന്നുകൊണ്ടിരിക്കുന്നു, ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതെ, ഇപ്പൊ ഒരാൾ നടക്കും, ഇപ്പൊ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട്. കാരണം ഒരാളുടെ സഹായം ചിലപ്പോൾ വേണ്ടിയിരുന്നിടത്ത് ഇപ്പൊ അത്രയും സഹായം ഇല്ലാതെ അദ്ദേഹത്തിന് നടക്കാൻ സാധിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നടക്കുന്ന പോലെ ഓടി നടക്കുന്നു എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കണ്ടീഷൻ വളരെ ചേഞ്ച് ആയി, കോൺഫിഡൻസ് ലെവൽ മാറിയിട്ടുണ്ട്. ഉറപ്പായിട്ട് എനിക്ക് നടക്കാൻ പറ്റും. അതെ അതെ. നിങ്ങൾ ആവശ്യമുള്ളവർ ഈ വീഡിയോയുടെ താഴെ ഞങ്ങൾ നമ്പറുണ്ട്, മാഡത്തിൻ്റെ പേരിനോടൊപ്പം നമ്പർ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും കാണുക, നിങ്ങൾക്ക് അത് പ്രയോജനം ചെയ്യും ഈ വീഡിയോ.